മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹനേദാൻ ഫെലോഷിപ്പിൻ്റെ സ്ഥാപകൻ പാസ്റ്റർ പി.ടി. വർഗീസിൻ്റെ അനുഭവങ്ങളുടെ ഒന്നാം ഭാഗം മുൻപൊരു എപ്പിസോഡിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. അതിൻ്റെ രണ്ടാം ഭാഗം ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുകയാണ്. പാസ്റ്റർ പി.ടി. വർഗീസ് അദ്ദേഹത്തോടു കൂടെ 600-ലധികം സുവിശേഷകർ. മഹനേദാൻ ഫെലോഷിപ്പ് ഉത്തരേന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. നിരവധിയായ സഭാപ്രവർത്തനങ്ങൾ, ഒപ്പം സ്കൂളുകൾ, അതുപോലെയുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുമ്പോൾ തന്നെ അദ്ദേഹം വളരെ കൃത്യതയോടുകൂടെ, വ്യക്തതയോടുകൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷത്തിന് വേണ്ടി എൻ്റെ കയ്യിൽ ലഭിച്ച എല്ലാ പണവും അതിനുവേണ്ടി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഇന്നും നാട്ടിൽ വന്നാൽ എനിക്ക് കയറി കിടക്കുവാൻ ഒരു വീടില്ല. സ്നേഹിതരുടെ വീടുകളിലാണ് ഞാൻ പാർക്കുന്നത്. തൻ്റെ വിദേശയാത്രകളിലൂടെ ലഭിച്ച മുഴുവൻ പണവും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് ചങ്കുറപ്പോടെ പറയുവാൻ സാധിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങൾ, നിലപാടുകൾ കേൾക്കുക. രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളിൽ 50 വർഷത്തെ ഉത്തരേന്ത്യൻ ജീവിതത്തിനിടയിൽ ഇതുപോലെ സമാനമായ അക്രമങ്ങൾ മാത്രമല്ല, മറ്റ് ജീവിതാനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഒത്തിരി വേദനപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഏതെങ്കിലും കേൾവിക്കാരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന അനുഭവങ്ങൾ ഒന്നോ രണ്ടോ പറഞ്ഞാൽ. കുട്ടികളുടെ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾ ടി.ജി. ഉമ്മച്ചൻ്റെ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു ചെമ്പൂർ വെച്ച്. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ചു വന്നിട്ട് ഡബിൾ ഡെക്കർ ബസ്സാണ്. ആ ബസ്സേ കയറി തെള്ളുണ്ടായി പോക്കറ്റടിക്കാർ തെള്ളുതാണ്. ആ ബസ്സിൽ നിന്ന് ഞാനിങ്ങനെ എൻ്റെ മൂത്ത മോനെ ഇങ്ങനെ തോളിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് ബസ്സേ ഇരിക്കുകയാണ്, പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഇവന്മാർ തള്ളുണ്ടാക്കിയിട്ട് ഓടുന്ന ബസ്സിൽ നിന്ന് ഞാൻ താഴെ പോയി. കുഞ്ഞുമായിട്ട് താഴെ പോയി. അപ്പം പുറകിൽ കൂടി ഇങ്ങനെ വണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം എൻ്റെ പാൻറ് ഇവിടം മുതൽ ഇവിടം വരെ കീറി. താഴെ ഈ കുഞ്ഞ് വീണു. തേങ്ങ ചിരട്ട എങ്ങനെ അടിക്കുന്നു അതുപോലൊരു ശബ്ദം ഞാൻ കേട്ടു. തലയടിച്ചതാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ വയ്യ, കുഞ്ഞ് പോയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അവിടെ ഇരുന്ന വഴിയിലിരുന്ന ചില നാടോടികൾ വന്ന് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞ് അവർ ബസ് നിർത്തി. ഏതായാലും കൊണ്ടുപോയി. ദൈവത്തിൻ്റെ അത്ഭുതം കൊണ്ട് ഒന്നും അവന് സംഭവിച്ചില്ല. കാരണം ചെവി കൂടെ ബ്ലഡ് വരികയോ മൂക്കിൽ കൂടെ ബ്ലഡ് വരികയോ. ഒന്ന് കരഞ്ഞു, പിന്നെ അനക്കമില്ല. ഒന്ന് നിലവിളിച്ച്. കുഞ്ഞിന് എന്നാ പ്രായമുണ്ട്? അന്ന് 1.5 വയസ്സ് കാണും. അത്രേ ഉള്ളൂ. 1.5 വയസ്സോ അത്രേ ഉള്ളൂ. 1.5 വയസ്സോ നമുക്ക് ആ വയസ്സോ കാണും. ഇന്നവന് അമേരിക്കയിലാണ്, ജോലിയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 3 മക്കളും ഉണ്ട്. അങ്ങനെയുള്ളതായ സംഭവങ്ങൾ. അതുപോലെ ഒരിക്കൽ ഈ ഇളയ മകന് ഈ മീസൈൽസും ചിക്കൻ ബോക്സും കൂടെ ഒരുപോലെ പിടിച്ചു. ഇത് രണ്ടും കൂടെ ഒരുപോലെ വരുന്നത് വളരെ അപൂർവമാണ്. എന്നിട്ട് അവന് കരിക്കട്ട പോലായി, ഒരു അനക്കവുമില്ല, വടി പോലായി കരിക്കട്ട പോലെ. എടുത്തുകൊണ്ട് ഡോക്ടറെ അടുത്തേക്ക് ഓടുകയായിരുന്നു. ഇപ്പോൾ കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ശ്വാസമില്ല, ശ്വാസം പോയി, മരണം നേരിട്ട് കണ്ടു. പക്ഷെ അവിടെയും കർത്താവ് വിടുവിച്ചു. ഇങ്ങനെയുള്ള അനേക സംഭവങ്ങൾ. ഭാര്യ തളർന്നു പോയതാണ്, ആർത്രൈറ്റിസ് കൊണ്ട്. ഞാൻ എടുത്തുകൊണ്ടായിരുന്നു ദിനകൃത്യങ്ങൾക്ക് ഞാൻ തന്നെയാണ് എടുത്തു മാറ്റുന്നത് ഈ കാര്യങ്ങളൊക്കെ. ഈ അവിടെയൊക്കെ ദൈവം വിടുവിച്ചു. തളർന്നു പോയിടത്തുനിന്ന് ദൈവം വിടുവിച്ചു. കർത്താവിൻ്റെ അത്ഭുതങ്ങളാണ്. പിന്നെ എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു വേദന വന്നു. അത് ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നടക്കാൻ വയ്യ. അത്ര അതിഭയങ്കരമായ ഷൂട്ടിംഗ് പെയിൻ. പക്ഷേ ഒരു വിശ്വാസി പറഞ്ഞു, നമ്മൾ ഒരുമിച്ചിരുന്നെന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ആരാധന കഴിഞ്ഞു ആരും പോകരുത്. അദ്ദേഹം ഇന്ന് ഞങ്ങളോട് കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഒരു സുരൂഷനായ വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ നാട്ടിലുണ്ട്, പാസ്റ്റർ കെ.സി. ജേക്കബ്. അന്ന് അദ്ദേഹം വിശ്വാസിയാണ്, ശക്തനായ വ്യക്തിയാണ്. പറഞ്ഞു, എല്ലാവരും ഇരിക്കുക, പ്രാർത്ഥിക്കുക. ഈ വേദന എനിക്ക് പിറ്റേ ദിവസം കുറച്ച് കുറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം പകുതിയായി. ഇങ്ങനെ ഒരു 4 ദിവസം കൊണ്ട് അപ്രത്യക്ഷം. അതെങ്കിലും ഇരിക്കാനും കിടക്കാനും നടക്കാനും വയ്യ.
അത്ര വേദന. ഇതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് നേരിട്ട് കണ്ടത്. പിന്നെ അനേക കാര്യങ്ങൾ മക്കളുടെ ദൈവദാസന്മാരുടെ വിഷയങ്ങളിൽ അനേക വിഷയങ്ങൾ. ഇതല്ല ഇപ്പം ഈ പ്രവർത്തിക്കുന്ന ഉൾപ്പെടെ ഓരോ ദിവസവും ദൈവം നൽകുന്നതാണ്. ദൈവദാസന്മാർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങൾ കാണുന്നത്. പിന്നെ എവിടെ ഒരു ഓഫീസ് തുടങ്ങി, ഇതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ചെറിയ നിലയിലാണ്, പക്ഷേ ദൈവം പ്രവർത്തിക്കുന്ന അവിടെയല്ല. നമ്മുടെ ദൈവദാസന്മാർക്ക് വലിയ സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല. അവർക്ക് വലിയ കാർ മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു സൈക്കിളോ മോട്ടോർ സൈക്കിളോ മേടിച്ചു കൊടുക്കാൻ പോലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷെ അതിലവർ സാറ്റിസ്ഫൈഡ് ആണ്. കംപ്ലൈൻ്റ് ഇല്ലാതെ എല്ലാവരും കൊടുക്കുന്ന പോലെ ഒന്നും കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പോലും അത്രേ കഴിയുന്നുള്ളൂ. പക്ഷെ അവിടെ പോലും ഈ മിഷണറിമാർ അവർ സന്തോഷത്തിലാണ്. അവരവരുടെ കാര്യത്തിന് വേണ്ടി അവർക്കൊന്നും വലിയ കാര്യം ഇതൊന്നുമില്ല, സാമ്പത്തികമൊന്നുമില്ല. പക്ഷേ അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ഞങ്ങളോടുകൂടി അവർ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനം. ഈ 15 സ്റ്റേറ്റുകളിലും കർത്താവിൻ്റെ കൃപയാൽ എല്ലാം ലോക്കൽസാണ്. ഈ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഇതുപോലെ വേദനാജനകമായ അനുഭവങ്ങളുണ്ടായി. നിരാശ തോന്നിയ ഏതെങ്കിലും സന്ദർഭങ്ങളുണ്ടോ? നിരാശ തോന്നിയ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അതെനിക്ക് കൂടുതൽ വെളിപ്പെടുത്താൻ ഒക്കത്തില്ല. കാരണം ഞാൻ വന്നതായ ഒരു സംഘടനയിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ കുറച്ച് അവർ ഞങ്ങളെ അവഗണിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് വേദന ഉണ്ടായെന്ന് പറഞ്ഞാൽ അന്ന് എന്നെ ആയിരുന്നു അവർ അവഗണിച്ചിട്ട് വേണ്ടാന്ന് പറഞ്ഞു. തന്നെ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള ദൈവദാസന്മാരാണ് പ്രേരണ നൽകിയത്. അത് നമ്മൾ ഓർക്കണം. നമ്മളോട് കൂടെ നമുക്ക് പ്രേരണ തരാനും ധൈര്യം തരാനും ദൈവദാസന്മാരില്ലെങ്കിൽ നമ്മളൊന്നും ആരാജ്യപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അനുഭവം അതാണ്. അപ്പം ഞാൻ ഈ ചില സഭകളിലുണ്ടായിരുന്നവർ തന്നെ നമുക്കെതിരായിട്ട് തോന്നുന്നു. വിശ്വാസികൾ ഒരു സ്ഥലത്ത് അവർ പക്ഷം പിടിച്ച് പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വളർത്തിക്കൊണ്ട് വന്നതായ ആളുകൾ എതിരായി നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ നിരാശ ഉണ്ടായി. ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ കല്യാണിലെ തെരുവീതികളിൽ കൂടെ നടന്നു ദൈവത്തോട് പരാതി പറഞ്ഞൊരു സമയമുണ്ട്. ഞാൻ ഓർത്ത്, കർത്താവ് എന്തിനാണ് ഈ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് എന്തിന് കർത്താവിൻ്റെ വേലയിൽ? പക്ഷേ ദർശനം ദൈവം തന്നതാണെങ്കിൽ ചിലപ്പോഴൊക്കെ ഇത് അനിവാര്യമായി തീരും. നമ്മുടെ ദർശനത്തോട് നമുക്കുണ്ടല്ലോ, ദൈവം ഒരു ദർശനം തന്നു, അതിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുണ്ടെന്ന് വരികില്ല. അതിനെ തകർക്കാനായിട്ട് ചില ആളുകൾ വന്ന് പരിശ്രമിക്കുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകും, ഭാരമുണ്ടാകും. എങ്ങനെ മുന്നോട്ട് പോകും? ഇത് രണ്ടിൻ്റെ നടുവിൽ ഒരു വലിയ കോൺഫ്ലിക്റ്റിൽ നമ്മൾ എത്തിച്ചേരും. എന്ത് ചെയ്യണം? ഇതിനെ നമ്മളൊരു ചോയ്സിലായിത്തീരും. എന്ത് ചെയ്യണം? വെദർ വി ഷുഡ് ഗോ വിത്ത് ദം ഓർ വെദർ വി ഷുഡ് ഒബേ ദ ഗോഡ്സ് കമാൻഡ് ആൻഡ് ഗോഡ്സ് പർപ്പസ്. അങ്ങനെ ഒരു പ്രത്യേക അവസരം ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുമോ അതോ മറ്റു മറുഭാഗം തിരഞ്ഞെടുക്കുമോ എന്നാണ്. അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു. നിന്നോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ അനുസരിക്കുക, മുന്നോട്ട് പോവുക, നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്, ധൈര്യമായിരിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ള ദൈവശബ്ദം കേട്ടു മടങ്ങി വന്നു, മുന്നോട്ട് പോയി. ഓക്കെ. ദീർഘമായ വർഷങ്ങളുടെ ഈ അനുഭവങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ, അതൊക്കെ അത്ഭുതകരമാണ്. ഇനിയുള്ള പ്ലാൻ എന്താണ്? ഈ മഹനേദാൻ ഫെലോഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ടുള്ള പ്ലാൻ എന്തുവാണ്? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ. നമുക്ക് വിദേശ സഹായം കൊണ്ട് പ്രവർത്തനങ്ങൾ നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. അതെ, അറിയാം. അപ്പം എന്താണ്, അതായത് സോഷ്യൽ വർക്ക് ചെയ്യാൻ മാത്രമേ അനുവാദമുള്ളൂ, ആ സപ്പോർട്ടുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ലോക്കൽ സപ്പോർട്ടുകൾ ഇങ്ങനെയുള്ള വടക്കേണ്ടിലുള്ള പാവപ്പെട്ടവരായ ആളുകളുടെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്കെന്ത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതൊരു വലിയ ചലഞ്ചാണ്. എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? പക്ഷേ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിളിച്ചവൻ വിശ്വസ്തനാണെങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു വഴിയുണ്ട്. അത് കർത്താവ് നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയായിരുന്നു. ഞങ്ങൾ ഈ ലീഡേഴ്സിന് ഒന്നും ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റും ഇല്ല. ഞാനൊരു കാര്യം കൂടെ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയാം. നാട്ടിൽ നിന്ന് വന്നാൽ എനിക്ക് താമസിക്കാനൊരു വീടില്ല.  ഞാനൊരു പരദേശിയാണ്. ഞാനൊരു ഇല്ലായ്മ പറയുകയാണെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ എൻ്റെ ജീവിതം അങ്ങനെയല്ല. ഞാൻ 10 വർഷം 15 വർഷം 20 വർഷം 30 വർഷം 40 വർഷം 50 വർഷം 60 വർഷം 70 വർഷം 80 വർഷം 90 വർഷം 100 വർഷം 150 വർഷം 100 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 വർഷം
എൻ്റെ കേൾവിക്കാർ ചിന്തിക്കരുത്. എൻ്റെ സ്നേഹിതന്മാരുടെ കൂടെ ഞാൻ താമസിക്കുന്നത്. ഇന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ സ്നേഹിതൻ ബാബു പാസ്റ്ററുടെ കൂടെ താമസിക്കുന്നത്. അവരെന്നെ വളരെ ട്രീറ്റിംഗ് ഇൻ റോയൽറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ്. അപ്പം ഇവിടെ ഒന്നുമില്ല. ഞാനൊരു 12 പ്രാവശ്യം, ഇതൊരു വലുപ്പം പറയല്ല, ഒരു 12-ലധികം പ്രാവശ്യം അമേരിക്ക വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടിയത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെയ്തു. എൻ്റെ മകന് ലോൺ എടുത്ത് വാങ്ങിച്ച ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ഒന്നും നേടിയിട്ടില്ല. ഇന്ന് ഇതിൻ്റെ ട്രസ്റ്റുകൾക്ക് ഒരു പൈസ പോലും ഇതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാൻ ഒക്കില്ല. അങ്ങനെയാണ് നിയമം. അതായത് ഏതെങ്കിലും ഒരു യാത്ര, എന്തെങ്കിലും ഒരിടത്തോട്ടൊരു ഒരു കാറിന് പോയാൽ അല്ലെങ്കിൽ ഒരു ബസ്സിന് പോയാൽ അതിൻ്റെ കൂലി, അതിൻ്റെ ചാർജ് പോലും എടുക്കാൻ ഒക്കത്തില്ല. ആ ട്രസ്റ്റുകൾക്ക് ബെനിഫിറ്റ് ഒന്നും, ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റും പാടില്ല. ഞങ്ങൾ ലീഡേഴ്സ് എല്ലാ ട്രസ്റ്റുകളും അങ്ങനെയൊക്കെയാണ് നിയമം. എല്ലാ ക്രിസ്ത്യൻ ട്രസ്റ്റുകളും അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷൻസും എല്ലാം അങ്ങനെ തന്നെയാണ് നിയമം ഇരിക്കുന്നത്. പക്ഷെ അവരെല്ലാം അതിസമ്പന്നരായി മാറുന്നുണ്ട്. അതെനിക്കറിയത്തില്ല. ഞാനും യാതൊരു ഉത്തരവാദിത്വം ഇല്ല. നമുക്കെന്നാ പറയാൻ, നമ്മുടെ കാര്യം നമ്മൾ പറയുന്നത്, നമ്മുടെ കാര്യം നമ്മൾ പറയുന്നുള്ളൂ. അവരെന്തും ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം ദൈവം നമുക്ക് തരും. അവര് ഫലം ദൈവം കൊടുക്കുമോ കൊടുക്കുകയില്ലോ ഒന്നും നമുക്കത് വിധിച്ചിട്ട് കാര്യവുമില്ല. ഓക്കെ, അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്, നമുക്കത് അറിഞ്ഞിട്ട് കാര്യം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, 12 പ്രാവശ്യം അമേരിക്കയിൽ പോയി അനേകർ കർത്താവിന് വേലയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രാഗൽഭ്യത്തോടെ എനിക്ക് പറയാം, ഞാനൊരു പൈസ പോലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നതിൽ ഒരു പൈസ പോലും, ഈവൻ എൻ്റെ മകനെ പഠിപ്പിക്കാൻ പോലും ഞാൻ, എൻ്റെ പുതുർഭവനത്തിലുണ്ടായിരുന്ന അല്പം വസ്തു വിറ്റ് എനിക്ക് കിട്ടിയ പൈസ കൊണ്ടാണ് ഞാൻ എൻ്റെ മകനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത്. പിന്നീട് രണ്ടാമത്തെ മകന് പിന്നെ ജേർണലിസം പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അവന് ഡിഗ്രി കഴിഞ്ഞ് ജേർണലിസം പഠിക്കാൻ പോകുമ്പോൾ ലാസ്റ്റിൽ, അന്ന് ഞാൻ അമേരിക്കയിലാണ്, എൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞ് എനിക്ക് അന്ന് ഫീസ് ഒരുമിച്ച് അടയ്ക്കണം, 80,000 രൂപ അടയ്ക്കണം, നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 80,000 രൂപ അവിടുന്ന് എനിക്ക് പേഴ്സണലായിട്ട് തന്ന പൈസ ഞാൻ പിന്നെ അയച്ചു ഇങ്ങോട്ട്. അതല്ലാതെ എന്തെങ്കിലും നമുക്ക് പിന്നെ ദൈവദാസന്മാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാനോ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലാതെ അതിനപ്പുറത്ത് ഒരു പൈസ പോലും അല്ലാതെ ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടില്ല. ഇന്ന് എൻ്റെ മകന്, ഞങ്ങളൊക്കെ അങ്ങനെയാണ്. ഞങ്ങളെ പാസ്റ്റർ പി എസ് കറിയ അങ്ങനെയുള്ളവരൊക്കെ പിള്ളേർ വളർന്നു കഴിഞ്ഞ് അവർ സപ്പോർട്ട് ചെയ്താണ് ഞങ്ങളൊക്കെ കഴിയുന്നത്. ഇതിന് ഉയര വിലയ്ക്കുള്ള പൈസയൊന്നും ഞങ്ങളെടുത്ത് ഞങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നില്ല. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഈ ഉത്തരേന്ത്യൻ മിഷൻ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമായത്. ഒരു വശത്ത് അങ്ങനത്തെ എതിർപ്പുകളുണ്ട്. രണ്ടാമത് മലയാളികളായിരുന്നു കഴിഞ്ഞ ഒരു ദീർഘകാലഘട്ടം ഉത്തരേന്ത്യൻ മിഷൻ്റെ എല്ലാം ലീഡർഷിപ്പിലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അച്ഛനെ പോലുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ പി എസ് ക്രിയയെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷെ ഇന്നിപ്പം കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് പോകാനായിട്ട് ആരുമില്ല, ആരും തയ്യാറാകുന്നില്ല, ചെറുപ്പക്കാരൊന്നുമില്ല. അങ്ങനെ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഈ ഉത്തരേന്ത്യയിലെ മലയാളി മിഷണറിമാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. വിഷമമുണ്ടോ? തീർച്ചയായിട്ടും വിഷമമെന്ന് മാത്രമല്ല, അതൊരു വേദനയാണ് ഹൃദയത്തിൽ. ആദ്യം ഞാൻ പറയട്ടെ, ജോൺ മാത്യു ജോലിയിലായിരുന്നു, അദ്ദേഹം ജോലി രാജിവെച്ചു, ആദ്യത്തെ ട്രെയിനിങ് സെൻറ്ററിലേക്ക് വന്ന് ഒന്നുമില്ലാത്ത പാസ്റ്റർ സജി മാത്യു വന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ളവർ വന്നു. അങ്ങനെ പലരും വടക്കേണ്ടിലായിരുന്ന പലരും ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് പറഞ്ഞല്ലോ, അവർ വന്ന് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ചേർന്നു. അവരെയൊക്കെയാണ് ദൈവം ഓരോരോ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചത്. പിന്നെ കഴിഞ്ഞ ദിവസം പാസ്റ്റർ പി എസ് കറിയ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു, അതുപോലെ രാജു ജോൺ എന്ന് പറയുന്ന ഒരു ദേവദാസന്, അദ്ദേഹം സ്മഗ്ലറായിട്ട് അവിടെ ഈ ബോംബെയിലെ ഒരു റൗഡിയായിരുന്നു. ദൈവം അദ്ദേഹത്തെ വിളിച്ചു, മാനസാന്തരപ്പെട്ടു, ദൈവവേലയ്ക്ക് വേണ്ടി വന്ന് സമർപ്പിച്ചു. അദ്ദേഹം നല്ലൊരു സക്സസ്ഫുൾ സഭ കല്യാണിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, നീ പിന്നെ മഹാരാഷ്ട്രയിലെ നഗറിലേക്ക് പോകും, അഹമ്മദ്നഗറിൽ പോകാൻ പറഞ്ഞു.
അദ്ദേഹം പോയി. അവിടെ ചെന്ന് ഗ്രാമങ്ങൾ 45 ഗ്രാമങ്ങളിൽ അദ്ദേഹം വേല സ്റ്റാർട്ട് ചെയ്തു. അത് മലയാളികളിൽ നിന്നുണ്ടായതാണ്. ഭയങ്കര ത്യാഗം സഹിച്ച ദൈവവേല ചെയ്തു. ഞാൻ പറഞ്ഞു, തോമസ് കുട്ടി വലിയൊരു ടെക്നീഷ്യനായിരുന്നു, ഇന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, കൽക്കട്ടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന. അദ്ദേഹം വലിയ ടവറിൻ്റെ മേളിലൊക്കെ കയറി ചെയ്യുന്ന ഇഷ്ടംപോലെ പൈസ കിട്ടുന്നവരാണ്. പക്ഷെ ദൈവം വിളിച്ചു. ഒരു സക്സസ്ഫുൾ ചർച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. 100 ചില്ലുവാനം പേര്, ഏതാണ്ട് 120 പേര് ഉള്ള ഒരു ചർച്ച് അദ്ദേഹം വിട്ടേച്ച് അദ്ദേഹത്തിൻ്റെ മകനെ ഏൽപ്പിച്ചു. മകനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അവിടേക്ക് പോയി പ്രവർത്തിക്കുന്നത്. സാങ്കുട്ടി സാർ പറഞ്ഞ ഈ മലയാളികൾ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞാൽ ചില ഉദാഹരണങ്ങളാണ് മനസ്സിലായി. അങ്ങനെയുള്ളിടത്തേക്ക് പോയി ദൈവം അവരെ ഉപയോഗിച്ചു. ഇന്ന് അവിടെ നിന്ന് വരുന്നില്ല. അതൊരു വലിയ വേദനയായിട്ട് അവശേഷിക്കുന്ന ഒന്ന്. 2, മലയാളികൾ മുൻപോട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് ബൈബിൾ സ്കൂളുകൾ കാലിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഒത്തിരി പൂട്ടിപ്പോയി. ഇല്ലല്ലോ, സ്റ്റുഡൻസ് ഇല്ലല്ലോ, സ്റ്റുഡൻസ് ഇല്ല, ബുദ്ധിമുട്ടുകളാണ്. പക്ഷേ ഓൺലൈനിലും അല്ലാതെയും ഞങ്ങളുടെ ബൈബിൾ സ്കൂൾ മുൻപോട്ട് പോകുന്നുണ്ട്. വടക്കേന്ത്യക്കാരായ ആളുകൾ വന്ന് പഠിക്കുന്നു. അത് ഇന്ന് ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ പിന്നെ വളരെ സന്തോഷത്തോടെ പറയാണ്, ML എന്ന് LLB കഴിഞ്ഞിട്ടുള്ള മാസ്റ്ററുണ്ട്. മാസ്റ്റർ പഠിച്ചിട്ട് അഡ്വക്കേറ്റുമാരെ പഠിപ്പിക്കുന്ന ഒരു സഹോദരി പഠിക്കുന്നുണ്ട്. സുവിശേഷത്തിലേക്ക് വളരെ താല്പര്യമുണ്ട്. അങ്ങനെയുള്ളവരെയും ദൈവം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി. അതുപോലെ ടീച്ചർമാർ, അവർ ഇപ്പോഴും ടീച്ചിങ്ങിന് വേണ്ടി പോകാം. പക്ഷേ അവർ വലിയ സക്സസ്ഫുൾ ടീച്ചേഴ്സാണ്. ഗൾഫിലൊക്കെ പഠിപ്പിച്ചവർ വന്ന് ഇപ്പോൾ പഠിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ദൈവം മുൻപോട്ട് തൻ്റെ വേല നടത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം അവസാനമായിട്ട്. ഈ ധാരാളം ആളുകൾ ഓരോ കാലഘട്ടങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് ചിലരൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ലൈക്ക് സജി മാത്യുവിനെ പോലുള്ളവരൊക്കെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇടക്കാലത്ത് വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയി ചിലർ ആ നിലയിൽ പോയി, അവർ വളരെ സക്സസ് ആയിട്ടുണ്ട്. അവരെയൊക്കെ ദൈവം ആ നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമില്ലേ? ഒരു വിഷമവും ഇല്ല. ഒരു വിഷമവുമില്ല. കാരണം അത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ബർന്നബാസ് ഒരു വഴിക്ക് പോയി, തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി. പക്ഷേ സജിമാത്യവും ഞങ്ങളുമായിട്ട് ഒരു ഉഗ്രവാദം ഉണ്ടായി, ഇല്ല, സ്നേഹത്തോടെ. അപ്പം ബർന്നബാസ് ഒരു വഴിക്ക് പോയി, പൗലോസ് വേറെ വഴിക്ക്, ശീലാസിനെ കൂട്ടിക്കൊണ്ട് വേറെ വഴിക്ക് പോയി. കർത്താവിൻ്റെ വേല നടക്കണം. അങ്ങനെയാണ്. അതുകൊണ്ട് തല്ലിപ്പിരിയണമെന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെക്കാളിലൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ടെന്ന് കർത്താവിൻ്റെ വേല ചെയ്യും. അത് അദ്ദേഹത്തെ ദൈവം വിളിച്ചതായ ഒരു പർപ്പസിൽ അദ്ദേഹം ചെയ്യട്ടെ. ഞങ്ങളെ വിളിച്ചതായ പർപ്പസിൽ ഞങ്ങൾ ചെയ്യുന്നു. ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ച് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. ഇതുവർ മാത്രമല്ല, മലയാളികളായ മറ്റ് പലരും വന്നിട്ട് പിരിഞ്ഞുപോയി. അവർ മറ്റു സ്ഥലത്തേക്ക് പോയി. ഷാജഹാൻ എന്ന് പറഞ്ഞ ആ വിദ്യാഭ്യാസമില്ലായിരുന്നു. ഞങ്ങളുടെ അവിടെ വന്ന് എഴുതാനും വായിക്കാനും പഠിച്ചു. ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ഇടർച്ചയായിത്തീരരുതെന്ന് ഞാൻ ക്ഷമ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം ഒരുത്തനെ ഉപയോഗിച്ചാണല്ലോ അവൻ്റെ വിദ്യാഭ്യാസത്തിനും. വിദ്യാഭ്യാസമുള്ളവരെ ദൈവം ഉപയോഗിക്കുകയല്ലെന്നല്ല ഞാൻ പറഞ്ഞു. അതൊന്നും വിഷയമല്ല. എൻ്റെ മകൻ MTH കാരനാണ്. അവന് ജേർണലിസം പഠിച്ചു കഴിഞ്ഞിട്ട് സൂചിയുടെ വിലയ്ക്ക് ഇറങ്ങിയതാണ്. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവ തന്നെ ദൈവത്തിന് സാങ്കുട്ടി കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞ് ഞാൻ കേട്ടു, ചില മണ്ടന്മാരായ ആളുകളെ സൂചിയുടെ വിലയ്ക്ക് ഇറക്കി വിട്ടു. ഈ മണ്ടന്മാരെ എല്ലാം ദൈവം ഉപയോഗിച്ചു. അതൊരു നല്ല പോയിൻ്റാണ് തീർച്ചയായും. എന്ന് പറഞ്ഞ പോലെ ചില മണ്ടന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഷാജഹാൻ അവിടെ വന്നു എഴുതാനും വായിക്കാനും ഇംഗ്ലീഷിലും ഹിന്ദിയിലും പഠിച്ചിട്ട് അദ്ദേഹം സുശേഷവേല ഞങ്ങളോടുകൂടെ വളരെ നാളുകൾ നിന്നു. അതിനുശേഷം അദ്ദേഹം അസംബ്ലി സുബോർഡ് പ്രസ്ഥാനത്തിലേക്ക് പോയി. നല്ല സഭകളൊക്കെ കിട്ടി. ഇപ്പം കേരളത്തിൽ വന്നു, അവിടെ അസംബ്ലി സുബോർഡിൻ്റെ പാസ്റ്ററായി. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നമ്മളതിൽ സന്തോഷിക്കുന്നു. ജേക്കബ് എന്ന് പറഞ്ഞ മറ്റൊരാൾ, അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. വേറൊരു സ്കൂൾ അദ്ദേഹം തുടങ്ങി. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ വന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് ഇതിൻ്റെ
അതായത് സ്കൂൾ എങ്ങനെ നടത്താം എന്നുള്ളത് എല്ലാം മനസ്സിലാക്കിയിട്ട് പോയി മറ്റു സ്കൂളുകൾ ഞങ്ങൾക്ക് അടുത്ത് തന്നെ തുടങ്ങിയിട്ടുള്ളവരുണ്ട്. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചത് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നമ്മളതിനെന്താ അസൂയപ്പെടുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നത്? അതിന് വല്ല കാര്യമുണ്ടോ? ഓക്കെ, അടുത്തൊരു കാര്യം, ഈ ഉത്തരേന്ത്യൻ പ്രവർത്തനത്തിലെ ഏറ്റവും സഹായകമായിട്ടുള്ളൊരു കാര്യമാണ് സ്കൂളും അതുപോലെയുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. നിങ്ങൾക്കും സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ ഈ മലയാളികളുടെ സ്കൂളുകളോടെല്ലാം ഉത്തരേന്ത്യക്കാർക്ക് വലിയ താല്പര്യമായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു, അല്ലേ? ഇല്ല, വളരെ പ്രശ്നങ്ങളാണ്, വളരെ ചലഞ്ചസ് നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളുടെ സംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ ഒരു വലിയ ചലഞ്ചാണ്. മാത്രമല്ല ഈ സ്കൂള് ഇതിന് പത്രക്കാര് മറ്റ് ഇതുണ്ടല്ലോ, വിരോധികളായ ആളുകൾ നമുക്കറിയാമല്ലോ, അവരെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഈ സ്കൂൾ നടത്തുന്ന ഒരു വലിയ ചലഞ്ചായിരുന്നു. സാമൂഹ്യ സേവനം ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ നാം സാമൂഹ്യ സേവനം ചെയ്യുമ്പോൾ തന്നെ അതെല്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇവിടെ തന്നെ ഞങ്ങൾ ഫീസ് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. നമ്മളെ കഴിവുള്ളതായ ചാരിറ്റികളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതാണ് നിവൃത്തിയില്ലാത്തവർ, നിർധനരായ ആളുകളെ ഞങ്ങളുടെ അരയത്തെന്ന് പറയുന്ന സ്ഥലത്ത് ആദിവാസി ഏരിയ കൊണ്ടുവന്ന് അവിടെ പിള്ളേരെ താമസിപ്പിച്ചിട്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. 8ാം ക്ലാസ് വരെ അവിടെ ഉണ്ട്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും. അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച് അവർ നല്ല നിലയിൽ എത്തിച്ചേർന്ന കുഞ്ഞുങ്ങളുണ്ടെന്ന്. ഓക്കെ, ഈ കേരളത്തിലെ ഒരു വിശ്വാസ സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഇന്ത്യൻ മിഷന് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ നിലയിൽ ഉള്ള ഒരു വലിയ ഒരു സമൂഹം കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. മിഷനോട് താല്പര്യമുള്ളവരുണ്ട്. ഇങ്ങനെയുള്ള കേരളത്തിലെ വിശ്വാസ സമൂഹത്തോട് ഒരു ഉത്തരേന്ത്യൻ മിഷണറി എന്നുള്ള നിലയിൽ, ഒരു ലീഡർഷിപ്പിലുള്ള ഒരാളെന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത്, ഇപ്പം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അവർക്കിനിയും ഫുൾ ടൈം വന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ വല്ലപ്പോഴുമെങ്കിലും അവധിയെടുത്തോ അല്ലാതെയോ ഈ ഫീൽഡുകളിലേക്ക് വന്ന് ഞങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്ന് കാണുകയെങ്കിലും ചെയ്യണം. കാരണം അപ്പോഴായിരിക്കും ദൈവം അവർക്ക് ചില സ്പാർക്ക് ഉള്ളിലേക്ക് നൽകുന്നത്. ഒന്ന്. രണ്ടാമത്, ഏറ്റവും മുഖ്യമായ കാര്യമെന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. ഇതിനൊരു പ്രാർത്ഥന വലയമുണ്ടാകണം. പ്രാർത്ഥിക്കണം ആളുകൾ. ഒപ്പം അയക്കാതെ എങ്ങനെയാണ് ഒരുവൻ അയക്കാതെ പ്രസംഗിക്കാനൊക്കെയില്ല. വിശ്വസിക്കണം എന്ന് വരില്ല. അയക്കണം ചിലർ. അതിനു വേണ്ടി പ്രാർത്ഥനയോടൊപ്പം ഭൗതിക സഹായങ്ങൾ ചെയ്യുന്നത് ആവശ്യമാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, FCRA അതുപോലുള്ള കാര്യങ്ങൾ വലിയ ചലഞ്ചസ് നേരിടുക, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. പക്ഷേ കർത്താവ് നടത്തുന്നു, വിശ്വസ്തൻ. പക്ഷേ അപ്പോൾ തന്നെ ലോക്കൽ ഫണ്ടുകളില്ലെങ്കിൽ ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ മലയാളികൾക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അവരിൽ കൂടാണ് ദൈവം, സാങ്കുട്ടി സാർ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അത് മറ്റുള്ളവരിലേക്ക് മാറിപ്പോയി. ആ ഒരു അവസ്ഥയിലേക്ക് മടങ്ങി വരണം. നമ്മുടെ തലമുറ വരണം. നമ്മുടെ സുവിശേഷന്മാർ വരണം. ഇവിടെയുള്ള പാസ്റ്റർമാർക്ക് അങ്ങനെ ഒരു ആത്മഭാരമുണ്ടാകണം. ഞാൻ ആരെയും പാസ്റ്റർമാരെ ഇവിടെ കുറ്റപ്പെടുത്തുകയല്ല. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിന് ചർച്ചുകൾ നോർത്ത് ഇന്ത്യൻ വേലയെക്കുറിച്ചുള്ള ഒരു മിഷൻ അവരുടെ മനസ്സിലുണ്ടാകണം, പാസ്റ്റർമാരുടെ. എന്നിട്ട് അവർ ബോധവൽക്കരിക്കണം, വിശ്വാസികളെ ബോധവൽക്കരിച്ചിട്ട് ഉത്സാഹിപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥന. ഓക്കെ, എനിവേ, ഇത്രയും സമയം ഹല്ലേലൂയയുടെ പ്രേക്ഷകരോട് സംസാരിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഉത്തരേന്ത്യയിൽ അരനൂറ്റാണ്ടിലധികം കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചതിൽ അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് ആരോഗ്യവും ആയുസ്സും നൽകി കൂടുതൽ ബലത്തോടെ, കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികമായി കാലേബ് പറഞ്ഞ പോലെ ഇനിയും കീഴടക്കുവാൻ സ്ഥലങ്ങൾ കിടക്കുന്നു. അപ്പോൾ അതിനുള്ള ബലവും കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ.